ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു പ്രോബ്ലം നോക്കാൻ പോവാണ്. അപ്പം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ അതിൻ്റെ ഒരു പ്രോബ്ലമാണ്. സോ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു APD അവലാൻഷെ ഫോട്ടോ ഡയോഡിൽ ഉണ്ടാവുന്ന കറണ്ടിൻ്റെ ഇൻക്രീസ് എത്രമാത്രം ഇൻക്രീസ് ചെയ്യുന്നു, എത്രമാത്രം അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അത് ഇൻറ്റേർണൽ ഗെയിൻ കൊണ്ട് ആ ഒരു ഫാക്ടറാണ് എം എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ എം ഇസ് ഈക്വൽ ടു I ഡിവൈഡഡ് ബൈ IP ആണ്, വേർ I is the final output current, IP is the primary photo current or initial photocurrent. So the question is the quantum efficiency of a particular silicon RAPD is 80% for the detection of radiation of wavelength of 0.9 micrometer when the incident optical power is 0.5 microwatt. The output photocurrent from the device is 11 microampere. Determine the multiplication factor of the photodiode under these conditions. So R is equal to അതായത് R is equal to എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന റെസ്പോൺസിവിറ്റി ഇക്വേഷൻ എഴുതുകയാണ്. സോ R is equal to eta E into lambda divided by H. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലമാണ്. സോ അതിൽ നിന്നും R എത്രയാണെന്ന് കാണുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം IP is equal to ഫോട്ടോ കറണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫോട്ടോ കറണ്ട് പ്രൊഡ്യൂസ്ഡ് എന്ന് വെച്ചാൽ P0 ഇൻറ്റു R ആണ്. സോ നമ്മളത് കണ്ടുപിടിക്കുന്നു. ഇനി M എന്ന് വെച്ചാൽ എത്രയാണ്? I ഡിവൈഡഡ് ബൈ IP ആണ്. നമ്മുടെ ഔട്ട്പുട്ട് കറണ്ട് എത്രയാണ് തന്നിട്ടുണ്ട്, ആഫ്റ്റർ അവലാൻഷ് ഗെയിൻ എത്രയാണ് തന്നിട്ടുണ്ട്. സോ I ഡിവൈഡഡ് ബൈ IP ചെയ്തിട്ട് M കണ്ടുപിടിക്കുന്നു. സോ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ അപ്രോക്സിമേറ്റ്ലി 38 ആണ്. ഇനി ഈ പ്രോബ്ലംസ് നമ്മൾ OCയിൽ ചെയ്ത അതേ പ്രോബ്ലംസ് നമ്മൾ OCയിൽ ഇതേപോലെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എമ്മിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ പ്രോബ്ലംസ് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, സബ്ജക്റ്റ് OED ആണെങ്കിലും അതേ പ്രോബ്ലംസ് നമുക്ക് അവലാൻഷെ ഫോട്ടോ ഡയോഡിൻ്റെ ആ ഒരു പോർഷനിൽ വരുന്ന പ്രോബ്ലംസ് എല്ലാം തന്നെ നമുക്ക് ഇവിടെയും അതേപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് മോഡുലേറ്റഡ് ബാരിയർ ഫോട്ടോ ഡയോഡ്. ഇതിൻ്റെ എനിക്ക് വേറെ നോട്ട്സ് ഒന്നും കിട്ടിയിട്ടില്ല, ഇങ്ങനെയുള്ള നോട്ട്സ് മാത്രമേ ഉള്ളൂ. നെറ്റിലൊന്നും നോക്കിയിട്ടും അറ്റ്ലീസ്റ്റ് വിക്കിപീഡിയ പോലും ഇതിൻ്റെ നോട്ട്സ് എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ, the Schottky diode is a majority carrier device that can be used as a high-speed photo detector. The dominant current transport mechanism in the device is thermionic emission over the potential barrier formed at the metal semiconductor interface. അപ്പോൾ ഷോട്ട്കി ഡയോഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു മെജോറിറ്റി കാരിയർ ഡിവൈസ് ആണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഹൈ സ്പീഡ് ഫോട്ടോ ഡിറ്റക്ടർ. ഒരു ഹൈ സ്പീഡ് ഫോട്ടോ ഡിറ്റക്ടർ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. സോ ദ ഡോമിനൻറ്റ് കറണ്ട് ട്രാൻസ്പോർട്ട് മെക്കാനിസം ഇൻ ദ ഡിവൈസ് ഇസ് തെർമിയോണിക് എമിഷൻ. തെർമിയോണിക് എമിഷനാണ് കൂടുതലായിട്ട് സംഭവിക്കുന്നത്. ഓക്കെ, ഓവർ ദ പൊട്ടൻഷ്യൽ. തെർമിയോണിക് എമിഷൻ എവിടെയാണ് നടക്കുന്നത്? നമ്മുടെ ബാരിയർ ഇൻ്റർഫേസിൽ, മെറ്റൽ സെമി കണ്ടക്ടർ ഇൻ്റർഫേസിലുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ബാരിയറിൽ ഉള്ള തെർമിയോണിക് എമിഷനാണ് നോർമലായിട്ട് ഇവിടെ സംഭവിക്കുന്നത്. The barrier height cannot be varied by any means, but it is intrinsically determined by the metal semiconductor work function difference. ഇനി ആ ഫോം ചെയ്യുന്ന ബാരിയറിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്റ്റേണലി എന്ത് ചെയ്തിട്ടും വേരി ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അത് നമ്മുടെ ആ ഒരു മെറ്റൽ സെമികണ്ടക്ടർ, ഏത് മെറ്റൽ സെമികണ്ടക്ടറാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ വർക്ക് ഫങ്ഷൻ ഡിഫറൻസ് അതിനനുസരിച്ചുണ്ടാവുന്ന ഓൾറെഡി ഫോം ചെയ്യുന്നതാണ്. നമുക്ക് അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സെമികണ്ടക്ടർ അല്ലെങ്കിൽ മെറ്റൽ ഡിഫറെൻ്റ് ആക്കുക എന്നതേ ഉള്ളൂ ഒരു വഴി. In actual practice, it is pinned by interface states at this junction. A novel variation of the Schottky diode is shown schematically in the next figure. Okay, together with the band diagram of charge distribution. അപ്പോൾ ഒരു ഷോട്ട്കി ഡയോഡിൻ്റെ ഫിഗറും അതേപോലെ അതിൻ്റെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിഗറുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു ഷോട്ട്കി ഡയോഡ് എന്ന് പറയുന്നത്. ഷോട്ട്കി ഡയോഡ് അതുപോലെ എന്താണ് വേരിയേഷൻ ഓഫ് ദ ബാൻഡ് ഡയഗ്രാം വിത്ത് അപ്ലൈഡ് ബയാസിനനുസരിച്ച് അതിൻ്റെ വേരിയേഷനിലുണ്ടാവുന്ന ചേഞ്ച്. ഓക്കെ, the thickness and doping of the P+ layer is so chosen that it is fully depleted at zero bias. അപ്പോൾ സെൻറ്ററിലുള്ള P+ൻ്റെ ലെങ്ത് വിത്ത് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്തിനു വെച്ചിട്ടാണെങ്കിൽ സീറോ ബയസിൽ ഫുള്ളി ഡിപ്ലീറ്റഡ് ആയിരിക്കണം ആ ഏരിയ. അങ്ങനെയാണ് നമ്മളത് ചൂസ് ചെയ്യുക അതിൻ്റെ തിക്നെസ്. The variation of the band diagram with bias is also shown. There is significantly barrier lowering with reverse bias. അപ്പോൾ റിവേഴ്സ് ബയാസിൽ എന്ത് സംഭവിക്കുന്നു? ബാരിയർ ലോവറിങ് സംഭവിക്കുന്നുണ്ട്. You can see that റിവേഴ്സ് ബയാസിൽ എന്ത് സംഭവിക്കുന്നു? ബാരിയർ ലോവറിങ് സംഭവിക്കുന്നു. The dominant conduction mechanism in the device is thermionic emission over the barrier as in the Schottky diode. അപ്പോൾ ഇതേപോലെ എന്താ പറയുക, ഷോട്ട്കി ഡയോഡിലുള്ള പോലെ തന്നെയുള്ള ഒരു
തെർമിയോണിക് എമിഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഷോർട്ട് കീ ഡയോഡ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഷോർട്ട് കീ ഡയോഡിൻ്റെ നോവൽ വേരിയേഷൻ, ഒരു അഡ്വാൻസ്ഡ് മെത്തേഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഷോർട്ട് കീ ഡയോഡിലുള്ള പോലെ തന്നെ ഓവർ ബാരിയർ പൊട്ടൻഷ്യൽ തെർമിയോണിക് എമിഷനാണ് ഇതിൻ്റെയും മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. The device was first proposed by Shannon, and because of the nature of its band diagram it is known as camel diode. camel diode എന്നാണ് നമ്മളതിനെ പറയുന്നത്. അതിൻ്റെ ആ ബാൻഡ് ഡയഗ്രത്തിൻ്റെ ഷേപ്പ് കണ്ടാൽ നമുക്കറിയാം, ഒരു ഹംപ് ഉള്ളതുപോലെ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ക്യാമൽ ഡയോഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് മോഡുലേറ്റഡ് ബാരിയർ ഫോട്ടോ ഡയോഡ്. അതിനെ നമ്മൾ എന്ത് പറയും? മോഡുലേറ്റഡ് ബാരിയർ ഫോട്ടോ ഡയോഡ് എന്നും പറയും. ബിക്കോസ് നോർമൽ ഷോർട്ട് കീ ഡയോഡിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എ വേരിയേഷൻ ഓഫ് ദ ഡിവൈസ് ഇസ് എ പ്ലാനാർ ഡോപ്ഡ് ബാരിയർ ഓർ ട്രയാങ്കുലർ ബാരിയർ ഡയോഡ്. ഒന്നെങ്കിൽ പ്ലാനാർ ഡോപ്ഡ് ഡയോഡ് അല്ലെങ്കിൽ ട്രയാങ്കുലർ ബാരിയർ ഡയോഡ് എന്ന് പറഞ്ഞ വേറൊരു വേരിയേഷനും കൂടെ ഉണ്ട്. അതിനകത്ത് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻ വിച്ച് ദ ബാരിയർ ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഐ റീജിയൻ ഓഫ് ആൻ n+in+ സ്ട്രക്ചർ വിത്ത് ഹെവിലി ഡോപ്ഡ് p+ ലെയർ. അപ്പോൾ അതൊരു വേരിയേഷനാണ്. നമ്മുടെ എന്താണ് ക്യാമൽ ഡയോഡിനേക്കാളും വേറൊരു വേരിയേഷനാണ് ഇപ്പോൾ പറഞ്ഞ ട്രയാങ്കുലർ ബാരിയർ ഡയോഡ് എന്ന് പറഞ്ഞത്. സ്കീമാറ്റിക് ആൻഡ് ബാൻഡ് ഡയഗ്രാം ഓഫ് എ ട്രയാങ്കുലർ ബാരിയർ ഡയോഡ് ആർ ഷോൺ ഇൻ ഫിഗർ. The p+ region is fully depleted and the negative space charge of the ionized acceptor is balanced by the positive space charge of the I regions. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രയാങ്കുലർ ബാരിയർ ഡയോഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഫിഗർ കാണുമ്പോൾ നമുക്കറിയാം ഇതെന്താണ്, നമ്മുടെ ഇതിൻ്റെ ബാൻഡ് ഡയഗ്രാം ഉള്ളതൊരു ട്രയാങ്കുലർ ഷേപ്പിലാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ എന്ന് പറഞ്ഞ ഒരു റീജിയനും കൂടെ ഉണ്ട്. സോ ഇൻ വിച്ച് ദ ബാരിയർ ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഐ റീജിയൻ. നമ്മുടെ ബാരിയർ പൊട്ടൻഷ്യൽ പ്ലേസ് ചെയ്യുന്നത് എവിടെയാണ്? ഇവിടെ ഐ റീജിയനിലാണ് ബാരിയർ പ്ലേസ് ചെയ്യുന്നത്. ദ p+ region is fully depleted in the negative space charge of the ionized acceptors is balanced by the positive space charge of the I regions. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതേപോലെ തന്നെ നമ്മുടെ നേരത്തെയുള്ള ക്യാമൽ ഡയോഡ് പോലെ തന്നെ എന്ത് സംഭവിക്കും? p+ റീജിയൻ ഫുള്ളി ഡിപ്ലീറ്റഡ് ആകും. ഡിപ്ലീറ്റഡ് ആയിട്ട് അവിടുത്തെ ആ ചാർജ്, നെഗറ്റീവ് ചാർജ് ബാലൻസ് ചെയ്യുന്നത്, അതായത് ഫുള്ളി ഡിപ്ലീറ്റഡ് ആയിട്ട് നെഗറ്റീവ് ചാർജ് ബാലൻസ് ചെയ്യുന്ന ഈ ഐയിലുള്ള പോസിറ്റീവ് അയൺസ് ആണ് അത് ബാലൻസ് ചെയ്യുന്നത്. ഫ്രം എ സൊല്യൂഷൻ ഓഫ് ദ പോയ്സൺ ഇക്വേഷൻ വിത്ത് അപ്രോപ്രിയേറ്റ്. ഓക്കെ, ആ ഒരു പോർഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, അത്ര മതി. മോഡുലേറ്റഡ് ബാരിയർ ഡയോഡിലേക്ക് തന്നെ തിരിച്ചു പോവാം. മോഡുലേറ്റഡ് ബാരിയർ ഫോട്ടോ ഡയോഡ്സ് വെയർ ഒറിജിനലി ഡിസൈൻഡ് ആൻഡ് ഡെവലപ്ഡ് ഫോർ റെക്ടിഫൈങ് ആപ്ലിക്കേഷൻ. അത് ഡെവലപ്പ് ചെയ്ത് റെക്ടിഫൈങ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ്. ഹവർ ഇറ്റ് വാസ് സൂൺ റിയലൈസ്ഡ് ദാറ്റ് ദ ഡിവൈസ് കുഡ് ഓൾസോ ബി യൂസ്ഡ് ആസ് എ വെരി എഫിഷ്യൻറ്റ് ഫോട്ടോ ഡയോഡ് വിത്ത് ഹൈ ഒപ്റ്റിക്കൽ ഗെയിൻ. ഇപ്പോൾ വെരി എഫിഷ്യൻറ്റ് ഫോട്ടോ ഡയോഡാണ്, ആൻഡ് ഇറ്റ് ഓൾസോ ഹാസ് ഹൈ ഒപ്റ്റിക്കൽ ഗെയിൻ. The barrier height of a modulated barrier photodiode at any value of applied bias is directly related to the ionized acceptor density in the thin p+ region. അപ്പോൾ അതിൻ്റെ എന്താണ് ബാരിയർ ഹൈറ്റ് എന്ന് പറയുന്നത് ആ p+ റീജിയനിലുള്ള അയനൈസ്ഡ് അക്സെപ്റ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ അയനൈസ്ഡ് അക്സെപ്റ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഇഫ് ദ ഡയോഡ് ഈസ് ഇലിമിനേറ്റഡ് വിത്ത് ലൈറ്റ് ഓഫ് അപ്രോപ്രിയേറ്റ് വേവ് ലെങ്ത് ദെൻ ഇറ്റ് ക്യാൻ ബി അബ്സോർബ്ഡ് ഇൻ ദ ബാരിയർ റീജിയൻ ക്രിയേറ്റിംഗ് ഇലക്ട്രോൺ ഹോൾ പെയർസ്. അപ്പോൾ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് കൊണ്ട് അതിനെ ഇലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ അബ്സോർബ് ദ ഫോട്ടോൺസ് so that it creates electron hole pairs. The electrons are swept away by the field while the holes are drawn to the potential minimum at the p+ layer. Electrons move ചെയ്യും, അവിടെ എന്ത് ചെയ്യുന്നു, ഹോൾസ് അവിടെ ഫോം ചെയ്യുന്നു. The positively charged holes accumulate in the barrier region and neutralizes some of the negative space charge, thus reducing the barrier height. അപ്പം ഈ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഹോൾസ് അക്യുമുലേറ്റ് ചെയ്തിട്ട് നെഗറ്റീവ് ചാർജിനെ കുറയ്ക്കുകയും ദസ് ഇറ്റ് റെഡ്യൂസസ് ദ ബാരിയർ ഹൈറ്റ്. As a result, there is a large increase of current due to thermionic emission over the barrier. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ബാരിയർ ഹൈറ്റ് കുറയ്ക്കുന്നു. അതിൻ്റെ റിസൾട്ടായിട്ട് എന്ത് ചെയ്യുന്നു, വളരെ ഹൈ ആയിട്ടുള്ള രീതിയിലൊരു തെർമിയോണിക് എമിഷൻ സംഭവിക്കുന്നു. അതായത് തെർമിയോണിക് എമിഷൻ കൊണ്ടുള്ള കറണ്ട് ഫോം ചെയ്യുന്നു. The increase in the current implies that an optical detector
with a large internal gain can be realized. അപ്പോൾ ഈ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു, അതായത് ഇങ്ങനെ സംഭവിക്കുന്നതാണ്, അക്യുമുലേഷൻ സംഭവിക്കുന്നു, അത് കാരണം തെർമിയോണിക് എമിഷൻ കൊണ്ട് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു എന്നാൽ അതിൻ്റെ മീനിങ് എന്താണ്? കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ തന്നെ അതിൻ്റെ മീനിങ് എന്താണ്? ഒപ്റ്റിക്കൽ ഗെയിൻ ഉണ്ടെന്നാണല്ലേ. സോ ദർ ഈസ് എ ഗെയിൻ ആൻഡ് ദ ഗെയിൻ ഈസ് വെരി ലാർജ്. അപ്പോൾ ഈ ലാർജ് ഇൻറ്റേർണൽ ഗെയിൻ ആണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഒപ്റ്റിക്കൽ ഡിറ്റക്ടറായിട്ട് യൂസ് ചെയ്യാമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ വിത്ത് ലാർജ് ഇൻറ്റേർണൽ ഗെയിൻ ക്യാൻ ബി റിയലൈസ്ഡ്. ഓക്കെ. The Schottky barrier photodiode that was described, നേരത്തെ പറഞ്ഞ photodiode, it can be used as a very efficient photodiode since it is majority carrier device. Minority carrier storage and the removal problems do not exist and therefore higher bandwidths can be accepted. അപ്പോൾ ഇത് മജോറിറ്റി ചാർജ് കാരിയർ ആണ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിൻ്റെ റിമൂവൽ അങ്ങനെ ഒരു പ്രോബ്ലം ഇവിടെ ഉണ്ടാവുന്നില്ല. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് and therefore higher bandwidths can be used. Higher bandwidths നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. The diode is usually operated under a reverse biasലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. In its simplest configuration, the basic device can be mesa shaped with an n plus substrate layer and n minus absorbing layer and a thin layer of semi-transparent metal deposited on it. The area of the diode is made to be 10⁻³ to 10⁻⁵ centimeter square. A thin dielectric anti-reflection coating is deposited on the metal and a large top contact parts are deposited through openings in the same dielectric as schematically shown in the figure. അപ്പോൾ നമ്മളിത് ഫോം ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. സെൻറ്ററിൽ ഇതേപോലെ ഒരു മെറ്റൽ ഉണ്ട്, രണ്ട് സൈഡിൽ സെമി കണ്ടക്ടർ ലെയർ ഉണ്ട്. ഇനി ആ മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഡൈഇലക്ട്രിക് കോട്ടിംഗ് ഉണ്ട്. ആൻഡ് ഇൻ ബിറ്റ്വീൻ ദ ഡൈഇലക്ട്രിക് കോട്ടിംഗ് ദർ ഇസ് എ സെമി ട്രാൻസ്പെറൻറ്റ് ലെയർ. ഇവിടെ സെമി ട്രാൻസ്പെറൻറ്റ് ലെയർ ഉണ്ട്. സോ ആ സെമി ട്രാൻസ്പെറൻറ്റ് ലെയറിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ലൈറ്റിനെ കൊടുക്കുന്നത്. The equivalent circuit of the Schottky photodiode is similar to that of a PIN diode. Normal PIN diode പോലെ തന്നെയാണ് അതിൻ്റെ equivalent circuit വരിക. Having the same circuit elements ആണുള്ളത്. The temporal response, speed and frequency bandwidth of the device are determined by the transit time of carriers through the absorption regions and the external circuit parameters. Okay, response time ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനാണെന്നാണ് പറഞ്ഞത്. എന്താണ് റെസ്പോൺസ് ടൈം? ഫ്രീക്വൻസി ബാൻഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ആ കരിയേഴ്സ് പാസ് ചെയ്യാനുള്ള സമയം, ആ അബ്സോർപ്ഷൻ റീജിയനിൽ. അതുപോലെ എക്സ്റ്റേണൽ സർക്യൂട്ട് പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ കരിയേഴ്സ് മൂവ് ചെയ്യാനുള്ള ടൈമിന്. ഇൻ ഹൈ സ്പീഡ് ഡയോഡ്സ് ദ അബ്സോർപ്ഷൻ റീജിയൻ ഈസ് ബിറ്റ്വീൻ 0.2 and 0.5 മൈക്രോമീറ്റർ തിക്ക്. അപ്പോൾ ഹൈ സ്പീഡ് ഡയോഡ് ആണെങ്കിൽ അതിൻ്റെ അബ്സോർപ്ഷൻ റീജിയൻ്റെ തിക്നെസ് ആണ് പറഞ്ഞത് 0.2 മുതൽ 0.5 മൈക്രോമീറ്റർ വരെ വരാം. ദിസ് എൻഷുവേഴ്സ് ഫുൾ ഡിപ്ലീഷൻ ഓഫ് ദിസ് റീജിയൻ ഈവൻ അറ്റ് ലോ വാല്യൂസ് ഓഫ് റിവേഴ്സ് ബയസ് ആൻഡ് ബോത്ത് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ട്രാവൽ അറ്റ് ദെയർ റെസ്പെക്റ്റീവ് സാച്ചുറേഷൻ വെലോസിറ്റീസ്. അപ്പോൾ ഈ ഒരു തിക്നെസ് ആണ് നമ്മൾ കീപ്പ് ചെയ്യുന്നതെങ്കിൽ ഫുൾ ഡിപ്ലീഷൻ അവിടെ സംഭവിക്കുകയും അതുപോലെ തന്നെ ഇലക്ട്രോൺസ് ഹോൾസ് അതിൻ്റെ മാക്സിമം അതിൻ്റെ റെസ്പെക്റ്റീവ് സാച്ചുറേഷൻ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയും ചെയ്യും. അണ്ടർ ബയാസ് ആൻഡ് ബോത്ത് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ട്രാവൽ under this condition the transit time is 1 picosecond. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ട്രാൻസിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്, 1 picosecond ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഫിഗർ. The photoresponse characteristics of the Schottky photodiode are rather interesting and can extend over a large spectral range. With respect to the band diagram, at smaller values of photon energy such that Q5P less than HV less than Eg, electrons photo excited in the metal can surmount the barrier by thermionic emission, transit across the semiconductor and be collected at the ohmic contact. Okay, this process sit across the semiconductor. This process extends the spectral response of the diode to photon energies lower than the band gap. However, it is not very desirable mode of operation from the point of view of device speed, since the thermionic emission process can be slow. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിൻ്റെ കാര്യമാണ് ഫോട്ടോ റെസ്പോൺസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞത്. അതായത് ബാൻഡ് ഡയഗ്രത്തിനെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ
സ്മോളർ ഫോട്ടോൺ എനർജി സ്മോളർ വാല്യൂവിൽ ഉള്ള ഫോട്ടോൺ എനർജി ആണെങ്കിൽ പോലും, അതായത് EGയെക്കാളിലും കുറവായിട്ടുള്ള, നമ്മുടെ എനർജി ഗ്യാപ്പിനേക്കാളും കുറവായിട്ടുള്ള ഫോട്ടോൺ എനർജിയിലും എന്ത് സംഭവിക്കുന്നുണ്ട്, മെറ്റലിന് അവിടെ എന്താ പറയുക തെർമിയോണിക് എമിഷൻ സംഭവിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ എന്താ പറയുക, ഇത് നോർമലി ഈ തെർമിയോണിക് എമിഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഭയങ്കര സ്ലോ ആണ്. അതുകൊണ്ട് തന്നെ ഈ ലോ എനർജിയിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറില്ല. ലോ എനർജിയിലും സംഭവിക്കും, പക്ഷേ ലോ എനർജിയിൽ നമ്മൾ സാധാരണ അത് യൂസ് ചെയ്യാറില്ല. ബിക്കോസ് തെർമിയോണിക് എമിഷൻ ഈസ് വെരി സ്ലോ ആൻഡ് ദ ഡിവൈസ് ഓപ്പറേഷൻ ഷുഡ് ബി ഫാസ്റ്റ് അല്ലേ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഫോർ HV greater than EG, photons are absorbed in the semiconductor provided that the metal layer is semi-transparent. അപ്പോൾ HV EGയെക്കാളും കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും, ഫോട്ടോൺസ് നോർമൽ പ്രോസസ് അബ്സോർബ് ചെയ്യും. The electron hole pairs that are created move in the opposite direction with their respective saturation velocity and are collected. ഇപ്പോൾ പറഞ്ഞ അതേ കാര്യം. ദിസ് ഈസ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് മോഡ് ഓഫ് ഓപ്പറേഷൻ. അപ്പോൾ ഈ ഒരു മോഡാണ് എന്താ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ മോഡ് എന്ന് പറയുന്നത്. However, compared to the latter, the Schottky diode is a simpler device to operate. അപ്പോൾ Schottky device എന്ന് പറയുന്നത് ഒരു സിംപ്ലർ ഡിവൈസാണ്. എന്ത്, നമ്മുടെ ഫസ്റ്റ് Schottky diode. ഓക്കെ, Schottky ഡയോഡിൻ്റെ അഡ്വാൻസ്ഡ് വേർഷനാണ് മോഡുലേറ്റഡ് ബാരിയർ ഫോട്ടോ ഡയോഡ്. അതിൻ്റെ വേറൊരു വേർഷനാണ് ട്രയാങ്കുലർ ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്നത്. സോ നോട്ട് ദാറ്റ് the device very similar to a metal semiconductor diode can be realized by replacing the metal with a low band gap semiconductor. For example, INAS bar GaAs heterojunction, whose band diagram is shown in figure, can operate under the same principles. The advantage is that the entire diode structure can be realized by one step epitaxy. അതായത് നമ്മൾ പറഞ്ഞ മെറ്റലിന് പകരം നമ്മളൊരു സെമി കണ്ടക്ടർ യൂസ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അതിനൊരു ലോ ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ, ഫോർ എക്സാമ്പിൾ INAS bar GaAs എന്നൊരു സെമി കണ്ടക്ടർ, ഹെട്രോജങ്ഷൻ സെമി കണ്ടക്ടർ നമുക്ക് യൂസ് ചെയ്യാം മെറ്റലിന് പകരം എന്നാണ് പറഞ്ഞത്. അപ്പോൾ വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഡിഫറൻസ് എന്ന് പറയുന്നത് ഒറ്റൊരു പ്രോസസ്സിലൂടെ നമുക്ക് ആ ഡിവൈസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ആ എപ്പിടാക്സിയൽ സ്റ്റെപ്സ്, അവിടുത്തെ ആ സ്റ്റെപ്സ് കുറവായിരിക്കും, അതാണ് പറയുന്നത്. എനിക്കറിയാം ഈ നോട്ട്സ് ക്ലിയർ അല്ല എന്ന് എനിക്കറിയാം. ഇതിൻ്റെ PPT അയക്കാം, പക്ഷേ വേറെ അവൈലബിൾ ആയിട്ടുള്ള നോട്ട്സ് ഇല്ല കേട്ടോ. സോ പ്ലീസ് അഡ്ജസ്റ്റ് വിത്ത് ദിസ്. ഞാൻ ഇതിൻ്റെ PPT അയക്കാം, അപ്പോൾ അത് നോക്കിയിട്ട് നോട്ട്സ് ആക്കിയാൽ മതി.